സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് 104 ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാനുള്ള പദ്ധതി നെതന്യാഹു മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ 1993 മുതൽ ഇസ്രായേൽ തടവിലാക്കിയ മുഴുവൻ തടവുകാരെയും വിട്ടയക്കണമെന്ന ആവശ്യമാണ് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് മുന്നോട്ട് വച്ചത്. 1000-ലധികം ഫലസ്തീൻ തടവുകാരാണ് ഇപ്പോൾ ഇസ്രായേൽ തടവറകളിലുള്ളത്. തടവുകാരെ വിട്ടയക്കാൻ നെതന്യാഹു തയ്യാറെടുക്കുന്നത് സമാധാന ചർച്ചകൾക്കുള്ള മറ്റ് ഫലസ്തീൻ മുന്നുപാധികളെ മറികടക്കാനാണെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇസ്രായേൽ കുടിയേറ്റം അവസാനിപ്പിക്കുക, 1967 യുദ്ധത്തിനു മുമ്പുള്ള അതിർത്തികളോടെയുള്ള ഫലസ്തീൻ രാഷ്ട്രം എന്നിവയാണ് മറ്റു മുന്നുപാധികൾ. അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ ഫലസ്തീനുമായി കരാറുണ്ടാക്കുന്നതിന് മുമ്പ് ഹിതപരിശോധന വേണമെന്ന നിലപാടിലാണ് നെതന്യാഹു മന്ത്രിസഭ. എന്നാൽ ഫലസ്തീന്റെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടുപോയി ഒരു സമാധാന ചർച്ചയും പാടില്ലെന്ന് ഫലസ്തീൻ പ്രതിഷേധക്കാർ പറയുന്നു. الجبهة الشعبية لتحرير فلسطين تؤكد رفضها استئناف المفاوضات مرة أخرى وتعتبر ذلك تراجعا عن قرار المجلس المركزي وقرار الإجماع الوطني الفلسطيني. US വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ എന്ന് ആരംഭിക്കുമെന്ന് ഇനിയും തീരുമാനമായിട്ടില്ല. സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് നെതന്യാഹു മന്ത്രിസഭാംഗങ്ങളോട് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.